നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും ധനികരായ മുഖ്യമന്ത്രിമാരുടെ സമ്പത്തിന്റെ കണക്കുകൾ പുറത്തുവന്നു. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ആണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടത്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവാണ് രാജ്യത്തെ ഏറ്റവും സമ്പന്നനായ മുഖ്യമന്ത്രി എന്നാണ് ADR പങ്കുവച്ച കണക്കുകളിൽ പറയുന്നത്. ആസ്തിയുടെ കാര്യത്തിൽ നായിഡുവിന്റെ 7 അയലത്തു പോലും മറ്റു മുഖ്യമന്ത്രിമാർ എത്തില്ല. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N ചന്ദ്രബാബു നായിഡു 931 കോടിയിലധികം രൂപയുടെ ആസ്തിയോടെയാണ് ഇന്ത്യയിലെ ഏറ്റവും ധനികനായ മുഖ്യമന്ത്രി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്. മറുവശത്ത് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് ഏറ്റവും സമ്പത്ത് കുറഞ്ഞ മുഖ്യമന്ത്രി എന്ന റെക്കോർഡ് സ്വന്തം പേരിലാക്കിയത്. വെറും 15 ലക്ഷം രൂപ മാത്രമാണ് മമതാ ബാനർജിയുടെ ആസ്തിയായി ADR കണക്കാക്കുന്നത്. സംസ്ഥാന അസംബ്ലികളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഓരോ മുഖ്യമന്ത്രിമാരുടെയും ശരാശരി ആസ്തി 52.59 കോടി രൂപയാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇന്ത്യയിൽ ആകെയുള്ള 31 മുഖ്യമന്ത്രിമാരുടെ മൊത്തം ആസ്തി 1630 കോടി രൂപയോളം വരുമെന്നാണ് കണക്കാക്കുന്നത്. ഇതിൽ പകുതിയിലധികവും ചന്ദ്രബാബു നായിഡുവിന്റെ പേരിലാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. 2023-24 കാലയളവിൽ ഇന്ത്യയുടെ പ്രതിശീർഷ അറ്റ ദേശീയ വരുമാനം അല്ലെങ്കിൽ NNI ഏകദേശം 1,85,854 രൂപയായിരുന്നപ്പോൾ ADR പങ്കുവച്ച കണക്കുകൾ അനുസരിച്ച് ഒരു മുഖ്യമന്ത്രിയുടെ ശരാശരി വരുമാനം 13,64,310 രൂപയാണെന്നാണ് കണക്കാക്കുന്നത്. ഇത് ഇന്ത്യയുടെ ശരാശരി പ്രതിശീർഷ വരുമാനത്തിന്റെ 7.3 ഇരട്ടിയോളം വരും. എന്തായാലും ഓരോ ഇന്ത്യക്കാരനും ഒരു കാര്യത്തിൽ ആശ്വസിക്കാം, തങ്ങളെക്കാൾ എന്തുകൊണ്ടും യോഗ്യരാണ് തങ്ങളെ ഭരിക്കുന്നതെന്ന്. 332 കോടിയിലധികം രൂപയുടെ ആസ്തിയുള്ള അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഖണ്ഡു ഏറ്റവും സമ്പന്നനായ രണ്ടാമത്തെ മുഖ്യമന്ത്രിയും 51 കോടിയിലധികം ആസ്തിയുള്ള കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ പട്ടികയിൽ മൂന്നാമതുമാണ്. പേമ ഖണ്ഡുവും ചന്ദ്രബാബു നായിഡുവും അല്ലാതെ മറ്റൊരു മുഖ്യമന്ത്രിക്കും 100 കോടിക്ക് മുകളിൽ ആസ്തി സ്വന്തമായില്ല. കൂടാതെ 500 കോടിക്ക് മുകളിൽ ആസ്തിയുള്ള ഇന്ത്യയിലെ ഏക മുഖ്യമന്ത്രിയും ചന്ദ്രബാബു നായിഡുവാണ്. ധനികരുടെ പട്ടികയിൽ മാത്രമല്ല, ദരിദ്രരുടെ പട്ടികയിലും സർപ്രൈസ് പേരുകൾ ഒരുപാടുണ്ട്. 55 ലക്ഷം രൂപ ആസ്തിയുള്ള ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പട്ടികയിലെ ദരിദ്രരിൽ രണ്ടാമതും 1.18 കോടിയുമായി പിണറായി വിജയൻ ദരിദ്രരിൽ മൂന്നാമതുമാണ്. എങ്കിലും താനും ഒരു കോടിപതിയാണെന്ന് പിണറായി വിജയന് അവകാശപ്പെടാം. എങ്കിലും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന പിണറായി വിജയൻ ഒരു കോടിപതിയാണ് എന്ന് കേൾക്കുന്നതും ഒരു സർപ്രൈസ് ആണ്. സമ്പത്തിൽ ഏറ്റവും മുന്നിൽ നായിഡുവാണെങ്കിലും ബാധ്യതയുടെ കാര്യത്തിൽ പേമ ഖണ്ഡുവാണ് ഏറ്റവും മുന്നിൽ. 180 കോടിയുടെ ഏറ്റവും ഉയർന്ന ബാധ്യതയുള്ളത് പേമ ഖണ്ഡുവിനാണ്. സിദ്ധാരാമയ്യക്ക് 23 കോടി രൂപയും ചന്ദ്രബാബു നായിഡുവിന് 10 കോടിയിലധികം രൂപയും ബാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പട്ടികയിൽ 2 വനിതാ മുഖ്യമന്ത്രിമാർ മാത്രമാണുള്ളത്. അതിലൊന്ന് മമതാ ബാനർജിയാണ്, മറ്റൊരാൾ ഡൽഹി മുഖ്യമന്ത്രി അതിഷിയാണ്. അതിൽ മമതയാണ് ദരിദ്രരിൽ ദരിദ്ര. ആസ്തിയും ബാധ്യതയും ഒക്കെ ശരിയാണെങ്കിൽ തത്തുല്യമായ നികുതി ഈ മുഖ്യമന്ത്രിമാർ ഒടുക്കുന്നുണ്ടോ എന്നുകൂടി പരിശോധിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് പൊതുജനം പറയുന്നത്.